ഹലോ, ഞങ്ങൾ ഫ്ലാഗ് സ്റ്റാഫിലൊരു ഗ്ലാമ്പിങ്ങിന് പോകുന്നതിൻ്റെ ഒരുക്കങ്ങൾ എന്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലാമ്പിംഗ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ക്യാമ്പിംഗ് പോലെ തന്നെ, പക്ഷെ കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ക്യാമ്പിംഗ്. അതിനകത്ത് നമുക്ക് ടെൻ്റ് ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല, ഓപ്പൺ എയറിൽ കുക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എല്ലാ അമനിറ്റീസും ലക്ഷറീസും ഒക്കെ വീടിൻ്റെ പോലെ തന്നെയുള്ള ഒരു ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്. അതാണ് നമ്മൾ പോകുന്ന ഫ്ലാഗ് സ്റ്റാഫിലേക്കാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയുണ്ട്. നമ്മൾ കുറച്ച് ഡ്രസ്സും ക്യാമ്പിംഗ് ചെയറും ഫിഷിംഗ് റോഡും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സംഗതികളും പിന്നെ കുറച്ച് ആഹാരങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയതും പിന്നെ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ എടുത്തിട്ടുണ്ട്. USA എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കുറേ അധികം കെട്ടിടങ്ങളുള്ള വലിയൊരു സിറ്റിയും പിന്നെ കുറേ കാറുകളും തിരക്ക് പിടിച്ച റോഡുകളും സൂട്ടിട്ട കുറേ മനുഷ്യരും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുറേ അധികം കൺട്രി സൈഡ്സും US-ലുണ്ട്. കൺട്രി സൈഡ് എന്ന് പറയുന്നത് ഈ സിറ്റിയിൽ നിന്നും ടൗണിൽ നിന്നും ഒക്കെ കുറച്ച് ദൂരം മാറിയായിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ട്. ഇവിടുത്തെ ജനസംഖ്യ വളരെ കുറവായിരിക്കും. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയും കൺസ്ട്രക്ഷനും കാലി വളർത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പൊതുവെ ഇങ്ങനെ കാണുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ സൺസെറ്റ് ക്രേറ്ററിലും കൂടെ കയറി. സൺസെറ്റ് ക്രേറ്റർ എന്ന് പറയുന്നത് ഒരു വോൾക്കാനോ ആണ്. അത് AD 1085 എറപ്റ്റായത് ലാസ്റ്റ്. അങ്ങനെ എറപ്റ്റായിട്ട് കുറേ കിലോമീറ്ററുകളിലധികം ലാവ ഒഴുകുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് അന്ന് ആ ലാവ ഒഴുകിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 120 ഫീറ്റ് താഴ്ചയുള്ളൊരു വാലി ആയിരുന്നു കാണേണ്ടത്. ഈ വോൾക്കാനോയുടെ ബേസിലേക്ക് പോകാൻ ഇപ്പം കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ നടന്ന് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭംഗിയുള്ള ട്രെയിൽസൊക്കെ, ചെറിയ ചെറിയ ട്രെയിൽസൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ, ഇവിടെ അധികം മരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലാവ റോക്സിൽ മരങ്ങളുടെ വേരിന് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയധികം വർഷമായിട്ടും എറോഷനൊന്നും സംഭവിച്ചത് മണ്ണാവാതെ ഇങ്ങനെ കിടക്കുന്നത് എന്തൊരു അത്ഭുതമല്ലേ. ഇപ്പം കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുമെങ്കിലും പണ്ടൊരു കാലത്ത് ഇവിടെ മൊത്തം കത്തിച്ചുകൊണ്ടൊരു അഗ്നിപർവ്വതം പൊട്ടി ഒഴുകിയതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു അസ്കിതപ്പെടുത്തുന്ന ഫീലിംഗ്. ഇതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിലെ പ്രധാനപ്പെട്ട വില്ലൻ. അരിസോണ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഈ അമേരിക്ക ബ്യൂട്ടിഫുൾ പാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഗ്രാൻഡ് ക്യാനിയനും പിന്നെ വുപാട്കി ക്യാനിയനും മാത്രം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വില വേർത്തിട്ടാണ്. പിന്നെ മാത്രമല്ല US-ലെ ഏത് നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാനും പിന്നെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് വുപാട്കി നാഷണൽ മോണ്യുമെൻറ്റ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് 1200 ആൾക്കാർക്ക് ചേർന്ന് താമസിച്ചിരുന്ന ഒരു സെറ്റിൽമെൻറ്റാണിത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബോൾ കോർട്ടും ഉണ്ട്. നേറ്റീവ് അമേരിക്കൻസിന് ഒത്തിരി സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലമാണിത്. ഇതാണ് ഇവിടെ ഉള്ളൊരു പുവേബ്ലോ എന്ന് പറയുന്നത്. ഇതിനകത്തിലൊരു 100 മുറികളുണ്ടായിരുന്നു എന്നാണ് കണക്കുകൂട്ടലൊക്കെ. ഇവിടെ താമസിച്ചിരുന്നവർക്ക് ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന രീതിയൊന്നും ഇല്ലായിരുന്നു. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ അഡോളസൻസ് ഏജിൽ എത്തുമ്പം തന്നെ ഫാമിലി സ്റ്റാർട്ട് ചെയ്യും.
അപ്പം പെൺകുട്ടികൾ അവരുടെ അമ്മയുടെ വീട്ടിൽ തന്നെ നിൽക്കും. അവർക്ക് വേണ്ടിയിട്ടൊരു പുതിയ റൂം ഉണ്ടാക്കും അവരുടെ അമ്മയുടെ വീട്ടിൽ. എന്നിട്ട് ആ വീടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ പെൺകുട്ടി ഏറ്റെടുക്കും. പിന്നീട് വേറൊരു ഫാമിലി എന്നൊരു ആൺകുട്ടി ഈ പെൺകുട്ടിയുടെ കൂടെ വരികയും ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ആൺകുട്ടിയും ഈ വീടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും. ഈ പബ്ബിലോട് ചേർന്ന് തന്നെ ഒരു ബോൾ കോർട്ടുണ്ട്. ആ ബോൾ കോർട്ടിൻ്റെ യൂസ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഗെയിംസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്, പിന്നെ സ്പിരിച്വൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. ഇവിടുത്തെ വിസിറ്റർ സെൻറ്ററിൽ ഈ സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ അധികം ആർട്ടിഫാക്ട്സ് ഉണ്ട്. അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും ചെരുപ്പുകളും തുണികളും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവരത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ക്യാബിൻ. ഇത് ഫ്ലാഗ് സ്റ്റാഫിലാണുള്ളത്. ഹിദറിൻ്റെ ഹസ്ബൻഡ് റയാനും കൂടെ സ്വന്തമായിട്ട് അവരുടെ കൈ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാബിനാണത്. ഫുൾ ജോലി അവരാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ വീട്ടിനോട് ചേർന്ന് ഉള്ള പക്ഷേ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനാണത്. വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവരൊരുക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം 2 ലേക്കിലൊക്കെ പോയി കുറച്ച് ഫിഷിംഗ് പരാക്രമങ്ങളൊക്കെ നടത്തി തിരിച്ചു പോന്നു. ഫിഷിംഗ് ചെയ്ത് കുറച്ച് സമയമൊക്കെ കളഞ്ഞു, പക്ഷെ മീനൊന്നും കിട്ടിയില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ചൂണ്ടയിടണമെങ്കിൽ ലൈസൻസ് വേണം കേട്ടോ. വെറുതെ ഒരു ഫിഷിംഗ് റോഡുമായിട്ട് ലേക്കിലെങ്ങും പോയി ആരും ഇരുന്നേക്കരുത്. വളരെ ചെറിയ കാശൊക്കെ ഉള്ളൂ, പക്ഷേ എടുക്കുന്നത് നന്നായിരിക്കും ഫിഷിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ലാസ്റ്റ് ദിവസം ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഫ്ലാഗ് സ്റ്റാഫ് വിസിറ്റർ സെൻറ്ററിലും പോയി. ഇതെന്ന് പറയുന്നത് റൗട്ട് 66 ഒരു ഹിസ്റ്റോറിക് ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. വളരെ മനോഹരമായിട്ട് അവർ അകത്തും പുറത്തും ഒക്കെ വെച്ചിട്ടുണ്ട്. അകത്ത് കുറേ ഇങ്ങനെ മിനിയേച്ചർ മോഡൽസൊക്കെ ഉണ്ട്, പണ്ടത്തെ സാന്റഫെ ട്രെയിനിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ മൂവിങ് ട്രെയിൻസ് ഉണ്ട് അവിടെ, മുകളിൽ കൂടെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മൂവിങ് ട്രെയിൻസിൻ്റെ മോഡലൊക്കെ പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്.
തിരിച്ചു പോരുന്നതിന് മുന്നേ വിസിറ്റർ സെൻറ്ററിലെ സ്റ്റാഫിൻ്റെ റെക്കമെൻഡേഷൻ്റെ പുറത്ത് നമ്മൾ ബഫല്ലോ പാർക്കിൽ ഒന്ന് പോയി. വളരെ മനോഹരമായിരുന്നു. സൺഫ്ലവർ എല്ലാം പൂത്ത് നിൽക്കുന്നത് ഒരു വലിയ നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.